ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കസിൻസുമാരെ കൂടെ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. അത് ഇന്ന് ഇവിടെ സഫലമാവുകയാണ് കേട്ടോ. ഒരു റിസോർട്ടില് 1 ഡേ സ്റ്റേ അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാനിങ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ആവശ്യമുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്കാക്കിയതാ എല്ലാവരും ഇവിടെ റെഡി ആയി നിൽക്കുക കേട്ടോ. ഞങ്ങളിവിടെ പറഞ്ഞിരുന്ന ടൈം 1 മണി 1:30 ഈ ടൈമിനുള്ളിൽ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങണം എന്നായിരുന്നു കേട്ടോ. ബട്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം പല ആളുകളും പല സ്ഥലത്തു നിന്നാട്ടോ എത്താൻ. ഞങ്ങൾ കസിൻസുമാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു 20 ആളുകളാട്ടോ ഉണ്ടായിരുന്നത്. 20 ആളുകൾക്ക് തന്നെ 4 വണ്ടിയായിരുന്നു കേട്ടോ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നത്. ഏൽപ്പിച്ചതല്ല, ഞങ്ങളെ കസിൻസുമാരെ തന്നെ വണ്ടിയായിരുന്നു കേട്ടോ. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ കസിൻസുമാരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നു. സാധാരണ ഒരു ട്രിപ്പിന്റെ കാര്യം പറഞ്ഞാൽ അത് ഒരു വാക്കിൽ ഒതുങ്ങുന്നല്ലാതെ അതിലോട്ട് പിന്നെ ആരും ഇറങ്ങി വരാറില്ല. അതുപോലെ ഇതും ഒരു വാക്കിൽ ഒതുങ്ങുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു പേടി ഈ ട്രിപ്പോട് കൂടി അങ്ങ് മാറി കിട്ടി. ഈ ഒരു ട്രിപ്പിൽ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവരും ഒരുപോലെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിൽ കുട്ടികൾക്കാണ് കേട്ടോ ഏറ്റവും വലിയ സന്തോഷമായത്. ടോട്ടൽ ആകെ 45 കിലോമീറ്റർ ഉള്ളെങ്കിലും വഴി തെറ്റിപ്പോയി ഞങ്ങൾ 60 കിലോമീറ്ററോളം യാത്ര ചെയ്തു. അങ്ങനെ കുറച്ചു ദൂരെ യാത്ര ചെയ്യാനോടെന്ന് പറഞ്ഞ പരാതി മാറി കിട്ടി. നട്ടുച്ചയ്ക്കുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും നേരത്തെ ഉറങ്ങിട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. വെയിലോണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല ട്ടോ. ഒരു വീഡിയോ പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടി. ഞങ്ങൾ റിസോർട്ട് എടുത്തത് ആനക്കമ്പോയില് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു റിസോർട്ടായിരുന്നു കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നോക്കിയിരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിരുന്നു കേട്ടോ അവിടുത്തെ ആംബിയൻസ്. വന്ന പാടനെ ചെക്കന്മാരെല്ലാരും കൂടെ ക്യാരം ബോർഡിന്റെ സ്പേസ് കൈക്കലാക്കി അത്യാവശ്യത്തിന് ആവശ്യമുള്ള എല്ലാ സെറ്റിൽമെന്റും കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ കസിൻസുമാരെ കൂടെ ഫ്രണ്ട്സുമാരെ കൂടെ ഒക്കെ അടിച്ചു പൊളിച്ച് വരാനാണെങ്കിൽ ഈ ഒരു എസ്കേപ്പ് ഇതിനും വലിയ ബെറ്റർ ആട്ടോ. ഈ വന്ന കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടികളാട്ടോ ആ ഊഞ്ഞാലാടുന്നത്. ഈ ഒരു ട്രിപ്പ് പോവാൻ തന്നെ കാരണം ഈ കഴിഞ്ഞ ന്യൂ ഇയർ ചെറുതായിട്ടൊന്ന് പാളിട്ടോ. അന്ന് ഒരു ടോക്ക് വന്നതായിരുന്നു കേട്ടോ, ഇപ്രാവശ്യം എന്തായാലും ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. ഞങ്ങൾ ട്രിപ്പിന്റെ പ്ലാനിങ് ഇട്ടപ്പോഴേ എല്ലാവരും പറഞ്ഞതാട്ടോ കസിൻസുമാര് ട്രിപ്പല്ലേ, എന്നാ അത് മൂൺ ചെയ്യുന്നു കേട്ടോ. പലരും പലവട്ടം പറഞ്ഞതാ ഒരു കസിൻസുമാർ ഇന്നേ വരെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ആരും പോയിട്ടില്ല എന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയല്ല, ഇനി ഈ ട്രിപ്പ് എന്തായാലും പോവണം. അതിനി ഞങ്ങളുടെ ഒരു വാശിയാണെന്ന്. ഒരാൾ മുൻകൈയെടുത്ത് ഇറങ്ങിയാൽ മതിട്ടോ, നമ്മുടെ ട്രിപ്പ് തന്നെ നടക്കും. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു തോടുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കാണാൻ വേണ്ടിട്ട് പോയതാട്ടോ. അവിടെ ചെന്നപ്പോ മൂഞ്ചി ഗൈസ്, തുള്ളി വെള്ളല്ല. ഇവിടെ പണ്ട് ഉരുള് പൊട്ടിയ സ്ഥലമാണ് കേട്ടോ അവര് പറഞ്ഞ. അതുകൊണ്ട് തന്നെ പല ഷേപ്പിലും പല ആകൃതിയിലുള്ള പാറക്കല്ലുകളാട്ടോ ഇവിടെ അധികം കാണാനുള്ളത്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ കത്തുപാട്ടാണ്. കത്തുപാട്ട് ഒരുപാട് വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തപ്പോ ആദ്യം പറഞ്ഞു തന്നതാ ഈ ഒരു കത്തുപാട്ടാട്ടോ. താഴെ നോക്കി നടന്നില്ലെങ്കിൽ നമ്മുടെ ഫേസിന്റെ ഷേപ്പ് മാറും, അത്രയും ഡേഞ്ചർ ആയിരുന്നുള്ള വഴികളായിരുന്നു കേട്ടോ അവിടെ ഫുൾ. റിസോർട്ടിൽ നിന്ന് പുഴയിലേക്ക് കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ രണ്ട് മനസ്സുള്ള ടീം ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തില്. തിരികെ വരുമ്പോ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാട്ടോ അവരും കൂടെ കൂടിയത്. കത്തുപാട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ അങ്ങ് ടോപ്പിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിരുന്നേ. പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളം കെട്ടി നിൽക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. കത്തുപാട്ടിന് ആവശ്യമായ എല്ലാ ഐറ്റംസ് റെഡി ആയെങ്കിലും വായന്റെ മാത്രം മറന്നു കേട്ടോ. അപ്പോഴാട്ടോ വെറൈറ്റി ആയിട്ട് പാറപ്പുറത്ത് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അതാണ് കേട്ടോ ആ വൃത്തിയാക്കുന്നത്. ടൈം ഒട്ടും കളയാതെ തന്നെ എല്ലാവരും ഫ്രൂട്ട്സ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വായന്റെല മറന്നത് എന്തുകൊണ്ട് നന്നായി നട്ടോ ഞങ്ങൾക്ക് അപ്പൊ തോന്നിയത്. കാരണം വായന്റെല എല്ലാവരും ട്രൈ ചെയ്തൊരു ഐറ്റാണ്. പക്ഷെ പാറപ്പുറം അത് മസ്റ്റ് ട്രൈ തന്നെ കേട്ടോ. അതൊരു വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് ഇത്തിരി ഉപ്പും മുളക് പൊടിയും ഇത്തിരി സുർക്കയും എല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം അതങ്ങോട്ട് വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്നൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. അതൊരു വേറൊരു സുഖം തന്നെയാണ്. ഒന്നും പറയാനില്ല ട്ടോ, അടിപൊളിയായിരുന്നു ട്ടോ. ഇവിടുത്തെ പാറക്കെട്ടുകളും വെള്ളം തങ്ങി നിൽക്കുന്നതും എല്ലാം ഒരു വേറൊരു വൈബ് തന്നെയായിരുന്നു ട്ടോ. ആംബിയൻസ് ഒന്നും ഒരു രക്ഷയില്ല ട്ടോ. അവിടുന്ന് പോരാനേ തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടേക്ക് നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നേരെ ദേ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിട്ടോ. എത്തിയ പാടനെ ചൂടുള്ളൊരു ചായ ആയിരുന്നു ട്ടോ കിട്ടിയത്. ചായയുടെ കൂടെ ദേ നല്ല അടിപൊളി കൊയലപ്പവും അച്ചപ്പവും ഉണ്ടായിരുന്നു ട്ടോ. കത്തുപാട്ടൊക്കെ കഴിഞ്ഞു വന്ന് പിന്നെ ഇത്തിരി നേരം റെസ്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുൾ വൈബ് തന്നെയായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കുറച്ച് കൂട്ടർ അവിടെ ഡാൻസ് ആണെങ്കിൽ കുറച്ച് കൂട്ടർ ഇവിടെ പൂളിലാട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഫുൾ പൂളിലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒരേ വൈബായതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ഡാൻസിന്റെ കാര്യത്തിലൊന്നും ആരും ഒട്ടും മോശമല്ല കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ഒരു നീണ്ട ഡാൻസിനും പാട്ടിനും ശേഷം എല്ലാവരും ഒന്ന് ടയേർഡായിട്ടോ. അങ്ങനെ കുറച്ചൊരു ഡാൻസിന്റെ ആരവം കഴിഞ്ഞപ്പോ ദേ അടുത്തത് പൂളിലാട്ടോ. പിന്നെ പൂളിലായിട്ടോ പിന്നെ ഫുൾ ഡാൻസ്. പൂളിൽ ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ പറയാനേ വയ്യട്ടോ. പിന്നെ ഡാൻസ് ആണോ പാട്ടാണോ എന്താന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥ കേട്ടോ. എന്താ പറയാ, എല്ലാവരും ഒരു പ്രത്യേക തരം വൈബിലായിരുന്നു കേട്ടോ.
ആദ്യമായിട്ടാട്ടോ ഒരു ഡേ ഇങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ കൂടി ഇത്രയ്ക്ക് എൻജോയ്മെന്റ് ആയിട്ട് ഞങ്ങള് കഴിയുന്നത്. വീട്ടിലൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് എൻജോയ്മെന്റ് ചെയ്യാന്നല്ലാണ്ട് ഇങ്ങനെ ഒരു പുറത്ത് ഒരു സ്റ്റേ ആദ്യമായിട്ടാട്ടോ. അടുത്ത നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പറഞ്ഞിട്ട് അത് ആക്ഷൻ ആയിട്ട് കാണിക്കുക, അതായിരുന്നു ട്ടോ അടുത്ത ഗെയിം. ഞങ്ങൾ വലിയവരൊക്കെ ആ ഗെയിമിൽ മുതിർന്നെങ്കിലും ചെറിയ കുട്ടികളൊക്കെ ദേ അവിടെ ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു ട്ടോ. അത് ഏകദേശം ഒരു തീരുമാനമായി വന്നപ്പോഴേക്ക് എല്ലാവർക്കും വിശന്ന് കുടല് കരിഞ്ഞു കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. രാത്രി ഒരു സിമ്പിൾ ഫുഡായിരുന്നു ന്നാട്ടോ പറഞ്ഞിരുന്നേ. അടിപൊളി ബിരിയാണി ആട്ടോ ഉണ്ടായിരുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ചിരിയും കളിയും എല്ലാം ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചു തീർന്നത് അറിഞ്ഞില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇനി ഫയർ ഡാൻസ് ആട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതിലേക്ക് ആ തീയും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു ട്ടോ. പിന്നെ കൂടെ പാട്ടും താളവും എല്ലാം ആയപ്പോൾ ഒരു വേറൊരു ഫീൽ തന്നെയായിരുന്നു ട്ടോ. പഴയ കാലത്തിലേക്ക് കടന്നു പോയ ഒരു ഫീലായിരുന്നു ട്ടോ എല്ലാവർക്കും. തീ നല്ല ചൂടായതുകൊണ്ട് തന്നെ ആരും സ്റ്റെപ്പ് ഇടാൻ നിന്നില്ല കേട്ടോ. പിന്നെ തീയൊക്കെ കെട്ടാറിയ ഒരു ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ഫയർ ഡാൻസിന്റെ കൂടെ കുറച്ച് റീൽസും കുറച്ച് വീഡിയോസും എല്ലാം എടുത്തു. അങ്ങനെ ഡാൻസിനോട് ഹരം പിടിച്ച് വന്നപ്പോൾ ഒട്ടും സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നീണ്ട പാട്ടിനും ഡാൻസിനും ശേഷം ഓരോരുത്തരായിട്ട് എണ്ണം കുറഞ്ഞു കേട്ടോ. രാവിലെ ട്രെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ കടന്നില്ലെങ്കിൽ മോർണിംഗിൽ എണീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ ഉറങ്ങാൻ പോയിട്ട് എല്ലാവരും ഉറങ്ങാൻ പോകുന്ന കണ്ടിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടു. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതൊരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ട്രെക്കിംഗ് ഒക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഉണ്ടാവുക. ഇതുവരെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു.